ഹലോ, ഇന്ന് നമുക്കേ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. റവി മൈദ ഉണ്ണിയപ്പാണ്. അതിനായിട്ട് 1/2 കിലോ മൈദ എടുക്കുക. അത് നമ്മളൊന്ന് ആദ്യം അരിച്ച് നോക്കാം കേട്ടോ, പുഴു വല്ലതും ഉണ്ടോന്ന്. പുഴുവൊന്നും കാണുന്നില്ല. 1/2 കിലോ മൈദയിൽ നമ്മൾ പകുതി മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. പിന്നീട് ഇതേ റവയാണ് എടുത്തിട്ടുള്ളത്. സാധാ ഉപ്പുമാവിനൊക്കെ ഉപയോഗിക്കുന്ന റവയാണ്. വറുത്ത റവയില്ലേ, അതാണ് കേട്ടോ. 1/2 കിലോ റവയും കൂടി ചേർക്കുക. അത് രണ്ടും ചേർത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ മിക്സ് ചെയ്യാം കേട്ടോ. അത് ഏകദേശം പേസ്റ്റിനൊക്കെ കുറച്ചും കൂടി കൺസിസ്റ്റൻസിയിൽ അത് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ വിട്ട് വിട്ട് വീഴുന്ന പാകത്തിന് നന്നായിട്ട് നനഞ്ഞിരിക്കണം. നമ്മൾ ഒരു ദിവസം തലേ ദിവസം ഇത് കലക്കി വെക്കണം കേട്ടോ. രാത്രിയിൽ ഇത് കലക്കി വെക്കുക. ഇതങ്ങനെ മൂടി വെക്കാം. പിന്നീട് ഇതേ പിറ്റേ ദിവസം എടുക്കുകയാണ്. പിറ്റേ ദിവസം കാലത്ത് ഒരു 8 മണിയൊക്കെ സമയത്ത് നമ്മളിത് ഇതിലേക്ക് 1 കിലോ ശർക്കര ഉരുക്കി ഒഴിക്കുകയാണ് കേട്ടോ. അത് ഉരുക്കി ഒഴിച്ചിട്ട് അധികം വെള്ളമില്ലാതെ ഉരുക്കി ഒഴിക്കുക. ബാക്കി നമ്മൾ മാറ്റി വെച്ച മൈദയില്ലേ, ആ മൈദ നമുക്ക് ഇപ്പോൾ ചേർക്കാം കേട്ടോ. നമ്മൾ വെള്ളം എങ്ങാനും കൂടിയാൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈദ ഇപ്പോൾ ചേർക്കണത് കേട്ടോ. പിന്നീട് ഇത് ഒരു തേങ്ങയുടെ ഫുള്ള് ഉണ്ട് കേട്ടോ. ഫുള്ള് തേങ്ങാക്കൊത്ത് എടുത്ത് വറുത്തിട്ടുള്ളതാണ്. എണ്ണയിലോ നെയ്യിലോ വറക്കാം. അത് വറുത്തെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ, ഈ മിക്സിലേക്ക്. അത് നന്നായി കലക്കിയെടുക്കാം. പിന്നീട് നമ്മൾ കൈ വെച്ചും കൂടി ഈ മൈദയും കൂടി ചേർത്തിട്ട് കലക്കിയെടുക്കാം കേട്ടോ. കട്ടയില്ലാതെ എല്ലാ ഭാഗവും നന്നായിട്ട് കലക്കിയെടുക്കുക. നമുക്ക് നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. നന്നായിട്ട് കലക്കിയെടുത്ത ശേഷം പിന്നീട് നമ്മൾ ഇതിലേക്ക് പഴം ചേർക്കാൻ കേട്ടോ. സാധാ മൈസൂർ പഴമില്ലേ, അത് ചേർക്കാം. 2 എണ്ണം ചേർക്കുന്നുണ്ട്. 1/2 കിലോ മൈദ, 1/2 കിലോ റവ, 1 കിലോ ശർക്കര, ഒരു തേങ്ങ. ഇതിലേക്ക് ഈ പഴം കൂടി ചേർക്കുക. കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ, മധുരത്തിന്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കണേ. അതും കൂടി ചേർത്ത ശേഷം കലക്കി വെക്കുക. ഇത് രാവിലെ കലക്കി വെക്കുക കേട്ടോ, ഈ മിക്സ്. പിന്നീട് നമ്മളൊരു 2 മണി 3 മണി, വൈകിട്ട് 2 മണി 3 മണി സമയമില്ലേ, ഉച്ചയിരുന്ന സമയം, അപ്പോഴാട്ടോ ഉണ്ടാക്കണത്. പിന്നീട് ആവശ്യത്തിന് ഒരു ഡവറിലേക്ക് ഒഴിച്ചിട്ട് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം പിന്നീട് ഒരു സ്പൂണിലോ കൈലിയിലോ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗവും ഫില്ല് ചെയ്യുക. പിന്നീട് ഇത് ഒരു വശം വെന്ത് വരുന്ന സമയത്ത് മറ്റേ വശം മറിച്ചിട്ടിട്ട് അതും വേവിക്കാട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന സമയം വരെ അത് വേവിച്ചെടുക്കുക. നമ്മൾ ചെറിയ ചെറിയ പൊട്ടലുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇത് തീ ഇതേ ചെറുതായിട്ടാണ് കത്തുന്നത്. അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഗ്യാസിനേക്കാൾ. നമുക്ക് ഗ്യാസ് ലാഭം കിട്ടാനാണ് കേട്ടോ അടുപ്പിൽ വെക്കാന്ന് പറഞ്ഞത്. ചെറുതായി കത്തിച്ചെടുക്കുക കേട്ടോ. പിന്നീട് ഇതേ ആ വശം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം കേട്ടോ. അതേ നമ്മുടെ മൈദയും റവയും ഉണ്ണിയപ്പാണ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ. അതിനാണ് നമ്മൾ ഇത്രയും നേരത്തെ പ്രോസസ്സ് ചെയ്തെടുക്കണത്. പിന്നീട് ഇത് അടുത്ത ട്രിപ്പും ഒഴിച്ച് അങ്ങനെ ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ഈ ഉണ്ണിയപ്പത്തിന്റെ. ഞാൻ ഉണ്ണിയപ്പത്തിന്റെ സോഫ്റ്റ് നോക്കാൻ പോയതാണ്. കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. അത് തണുക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇത് കണ്ടില്ലേ, ഇത് ഒന്നും കൂടി തണുക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും കേട്ടോ.